പോരാടുന്നതായിരുന്നില്ല കുറച്ചും കൂടി ഉള്ളത്. ഇനിയിപ്പോ അങ്ങനെ ഒരു ശബ്ദം ഇല്ലാതാവുന്നത് ഏത് രീതിയിലായിരിക്കും ഇതിനെ ബാധിക്കാൻ? ഇത്തരത്തിലുള്ള മറ്റനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജനങ്ങൾ സംഘടനകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ത്രീയുടെ ശബ്ദമേ ഉള്ളൂ, ബാക്കി ഭൂരിഭാഗം പുരുഷന്മാരുടെ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ 2018 ഞാൻ സംസാരിച്ചത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. അതിനപ്പുറമൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് എനിക്ക് എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീ ശബ്ദം വെച്ചുകൊണ്ട് അവിടെ ഒരു തീരുമാനം, കാരണം ഭൂരിഭാഗത്തിന്റെ തീരുമാനം എന്താണോ അതായിരിക്കും മിനിറ്റ്സിൽ വരുന്നത്. ഒരാളുടെ തീരുമാനം വെറുതെ നമ്മൾ വാർത്തയാക്കാം എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തീരും. കാരണം ഇത് ഇന്നും ഇന്നലെയല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പോരാട്ടം ഉള്ളിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ പലരും കൂറുമാറിയെങ്കിലും ശക്തമായ മൊഴികളും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇങ്ങനെ ഒരു വിധി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത്? അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് എന്തുകൊണ്ടാണ്, എവിടെയാണ് ഇങ്ങനെ ഒരു നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടത്? 21 പേർ കൂറുമാറുക എന്നുള്ളത് മാത്രമല്ല, പല കാര്യങ്ങളും അതിൽ നടന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് പുറത്തു പോയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ആ മെമ്മറി കാർഡ് പലരും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ എന്തൊക്കെ ഏതോ ഒരു ഓഫീസർ ഇരുന്ന് ചാനൽ പറയുന്നുണ്ട് അതിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇതെല്ലാം കോടതിക്കുള്ളിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഇനി നമ്മൾ അടുത്ത അപ്പീലിന് പോകുമ്പോഴാണ് നമുക്ക് പറയാനുള്ളതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം കാര്യങ്ങൾ ഇതിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സങ്കടം, ഇവർ ആരും തന്നെ, അമ്മ എന്ന സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഫെഫ്കയാവട്ടെ, നിർമ്മാതാക്കളുടെ ഇവരാരും അവളെ ഒന്ന് അന്വേഷിച്ചു പോവുകയോ ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്നൊരു വാക്ക് അവളോട് പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഒരു മോളെ, ഞങ്ങളുണ്ട് നിന്നോടൊപ്പം എന്ന് സ്ത്രീകൾ പോലും അവളോടൊപ്പം നിന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വലിയ പ്രതിഷേധമാണ്. അമ്മ സംഘടനയിൽ 2 സ്ത്രീകൾ തന്നെ ഭരിക്കുന്ന ഒരു സംഘടന കൂടെയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ വേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ വേണ്ടിയിരുന്നു എന്ന് മാത്രമല്ല, അവർ ഇന്നലെ തന്നെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ് അവർ കൂടിയിരിക്കുന്നത്. അവളുടെ വിഷയത്തിന് ഈ അടിയന്തര യോഗമൊന്നും അന്ന് കൂടിയില്ല. അന്ന് അവൾ പരാതി പറഞ്ഞു. ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ അവൾ പരാതി പറഞ്ഞിരുന്നു, എൻ്റെ സിനിമകളെല്ലാം തടയുന്നു, എൻ്റെ അവസരങ്ങളെല്ലാം നിഷേധിക്കുന്നു എന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം ഈ ചെവിയിൽ വാങ്ങി ഈ ചെവിയിൽ കളയുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റി ആളുകൾ മാറി എന്ന് മാത്രം. അത് സംഭവങ്ങളെല്ലാം അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അതിൽ തന്നെ ഭാരവാഹികളിൽ ഒരാൾ ഫോണിൽ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് അവളും വേണം അവനും വേണം. അങ്ങനെ ഒരു ഇതുണ്ടോ? ഒന്നുകിൽ നമ്മൾ ശരിയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ തെറ്റിനോടൊപ്പം നിൽക്കുക. ശരിയോടൊപ്പവും തെറ്റിനോടൊപ്പവും ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് നിലപാടില്ലായ്മയാണത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. എത്ര വേഗത്തിലാണ് അവർ ഇന്നലെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ പണവും അയാളുടെ സ്വാധീനവും, അയാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പൊസിഷനും. അവൾക്ക് സ്വാധീനവുമില്ല, പണവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവൾ നിശബ്ദയായി പോരാടിക്കൊണ്ടിരിക്കുന്നു.